ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു കുട്ടി ഗാർഡനിങ് വീഡിയോ ആണ്. നമ്മുടെ ഒരു ചെറിയ അടുക്കളത്തോട്ടം. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒപ്പം നമ്മുടെ ഒരു കുട്ടി കർഷകനെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ചെടികൾ ഇപ്പോഴത്തെ സ്റ്റേജിലാണ് ഞങ്ങൾ കണ്ടേക്കണത്. കാരണം ഇതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ഒറിജിനൽ കർഷക എന്ന് പറയുന്നത് ഈ കുട്ടി കർഷകൻ്റെ അമ്മാമ്മയാണ്. അപ്പോൾ അമ്മാമ്മ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പയർ, ചീര, അങ്ങനെ കുറച്ച് ഐറ്റംസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ പയറൊക്കെ വിളഞ്ഞ് എടുക്കണതാണ് കണ്ടത്. അപ്പോൾ നനയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വിത്തിട്ട് മുളപ്പിച്ച് അത് ഈ ഒരു ലെവൽ വരെ കാണാൻ ഡെയിലി അത് കാണും. നമുക്കത് നനയ്ക്കാനും അതിനെ പരിപാലിക്കാനുള്ളൊക്കെ ഇൻട്രസ്റ്റ് ഭയങ്കരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ പച്ചക്കറികളൊക്കെ പാകപ്പെടുത്തി കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം മാത്രമല്ല, അത് നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും, അതായത് കീടനാശിനികളോ രാസവളങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കണില്ല. അപ്പോൾ അത് അത്രയ്ക്കും ഹെൽത്തി ആയിരിക്കും. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഇതുപോലെ കൃഷി ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലെ കുട്ടികളിലേക്കും അതെത്തും. ഇവിടെ ഞാൻ ചെന്നിട്ട് നനയ്ക്കാന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞോടി വരുമായിരുന്നു. അത് വെള്ളത്തിൽ കളിക്കാനുള്ള താല്പര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയുമ്പോഴൊക്കെ എൻ്റെ കൂടെ വരും. ഞാൻ അമ്മേനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആൾ വരിക. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അതൊന്നും ചെയ്യാറില്ല. പക്ഷെ മുമ്പ്, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഇങ്ങനെ വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാനൊക്കെ എനിക്ക് നല്ല താല്പര്യമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അതിനൊരു പ്രധാന കാരണം എൻ്റെ അമ്മാമ്മയും കൂടിയാണ്. കാരണം അമ്മാവ ഈ ചീരയൊക്കെ വിത്തെടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. ചീരയൊക്കെ നന്നായി പാകമായിട്ട് ഉണക്കുമല്ലോ വിത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ വിത്തൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. അതുപോലെ മത്തങ്ങയുടെ കുരു എടുത്ത് ഉണക്കി അതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും അതൊരു പ്രചോദനമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തൊട്ടപ്പുറത്തെ പറമ്പെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വീടിൻ്റെയും തൊട്ടപ്പുറത്ത് മാമൻ്റെ വീടിൻ്റെയും ഒരു ഏരിയ, ചെറിയൊരു ഏരിയ ആണ്. അവിടെ കൊണ്ടുപോയി വിത്തിട്ട് നമ്മൾ അത് പ്രതീക്ഷിക്കണമൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ മുളച്ച് വരും അല്ലെങ്കിൽ നമുക്ക് ചീര കിട്ടും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷേ ഒരു ക്യൂരിയോസിറ്റിക്ക് പോയി ചെയ്തു. അത് ചെയ്തത് നല്ല രീതിയിൽ മുളച്ചു വന്നു. നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ചീര ഉണ്ടായി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ കൃഷി എന്ന് പറയണത്. പിന്നെ പയർ വിത്ത് കാര്യങ്ങളൊക്കെ മുളപ്പിക്കും, അത് വളർത്തുമായിരുന്നു. അതുപോലെ ഒന്നായിരുന്നു വെണ്ടയ്ക്ക നട്ടിട്ട്. വെണ്ടയ്ക്ക കുറേ നാളത്തേക്ക് ഞങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് ഉപ്പേരിക്ക് വെച്ച് കഴിച്ചിട്ടുണ്ട്. അത് വീടിൻ്റെ എവിടെയാണ് നടണ്ടത്, എങ്ങനെ നടണം അതൊന്നും അറിയില്ല. പക്ഷേ തോന്നിയിടത്തൊക്കെ പോയി ചെയ്യും. വീടിൻ്റെ തൊട്ട് മുറ്റത്ത് തന്നെ രണ്ട് സൈഡിൽ, നമ്മൾ ഇറങ്ങുന്ന പടിയുടെ രണ്ട് സൈഡിലായിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ ഇതുപോലെ വിത്ത് പാകി. ശരിക്കും കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. പക്ഷേ എനിക്ക് അതൊന്നും അറിയില്ലല്ലോ. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവി കൊള്ളാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് നമ്മുടെ സ്വന്തം വഴിയാണ്. അപ്പോൾ അങ്ങനെ അടുത്തടുത്തായി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വളരാനായിട്ടുള്ള സ്ഥലം കുറഞ്ഞു. പക്ഷേ സംഭവം ഉണ്ടായി. വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കടയിലോ പച്ചക്കറി കടയുടെ സൈഡിൽ ഇവർ ചീഞ്ഞ തക്കാളി പോലുള്ള ഐറ്റംസൊക്കെ വലിച്ചെറിയുമല്ലോ. അതിൽ നിന്ന് ചെടികളൊക്കെ മുളച്ച് ഉണ്ടാവും. അപ്പോൾ അത് ചെന്ന് എടുക്കുക. അതായത് മുളച്ചു വന്ന ചെടി പോയി പറിച്ചെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിടും. അതും ഞാൻ ചെയ്യുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാണ്ട് വലിച്ചെറിയണതാണല്ലോ. പിന്നെ ആരും ഒന്നും പറയില്ല. മറ്റു വീടുകളിൽ നിന്നൊന്നും പോയി മോഷണം നടത്താറില്ല. അതുപോലെ ചെടികൾ, ഈ പൂക്കളുള്ള ചെടികളിനോടൊന്നും എനിക്കങ്ങനെ താല്പര്യമില്ല. എനിക്കിങ്ങനെ വിളവ് കിട്ടണം, അതായത് നമുക്ക് ഉപകാരപ്രദമാവണം. ഭംഗിക്ക് വേണ്ടി വെക്കുന്ന ചെടികൾ കൊണ്ട് നട്ട് വളർത്തുക, അതൊക്കെ ആരെങ്കിലും പറഞ്ഞാലും വലിയ താല്പര്യം കാണിക്കാറില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വിത്തൊക്കെ നട്ട് മുളയ്ക്കാതിരുന്നാൽ, അല്ലെങ്കിൽ മുളച്ചിട്ട് അത് പിന്നീട് വളരാതിരുന്നാൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് മൊത്തത്തിൽ പോവും. അതുപോലൊരു സംഭവമാണ് ഈ ഇടയ്ക്ക് ഉണ്ടായത്. ഇവിടെയല്ല, ഇതെൻ്റെ വീടാണ്. എൻ്റെ വീട്ടിലല്ല, ഹസ്ബൻഡിൻ്റെ അവിടെ നമ്മുടെ അച്ഛൻ ഓൾറെഡി കർഷകനാണ്. വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാറുണ്ട്. അപ്പം നമ്മൾ പഞ്ചായത്തിൽ നിന്ന്, കൃഷിഭവനിൽ നിന്ന് കിട്ടി കുറേ തൈകളൊക്കെ കൊണ്ട് ഗ്രോ ബാഗൊക്കെ വാങ്ങി നട്ട് ഒക്കെ സെറ്റാക്കി. പക്ഷേ ഒന്നും വളർന്നു വന്നില്ല. ഒരു ലെവൽക്കപ്പുറം വളരണമില്ല. പിന്നെ ഒക്കെ അത് നാശമായി പോവുക ചെയ്തത്. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് അതോടുകൂടി പോയി കിട്ടി. പക്ഷെ നമ്മളവിടെ തോറ്റു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്.
പിന്നെ നമ്മൾ എന്താ പ്രശ്നം എന്നുള്ളത് കണ്ടെത്താം. ചിലപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് അത്ര നല്ല വിത്താവണം എന്നില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മണ്ണിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം, എന്താണെന്നറിയില്ല. എന്തൊക്കെയായാലും അതൊക്കെ പരിഹരിച്ചിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് അവിടെ അതോടുകൂടി അവസാനിപ്പിച്ചിട്ട് കാര്യമില്ല. അതുപോലെ വളർന്നു വരുന്ന കുഞ്ഞു മക്കളെ കൂടെ ഇതിലേക്ക് താല്പര്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇവിടെ നമ്മുടെ കുട്ടി കർഷകൻ കൊള്ളി മധുരമുള്ളതാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊള്ളിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പച്ചയ്ക്ക് അത് കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മധുരം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവൻ നനച്ചു കൊടുക്കുന്നത്. ഇപ്പം നമുക്കിവിടെ പയറും ചീരയും മാത്രമേ പാകമായിട്ടുള്ളൂ എടുക്കാനൊക്കെ. ബാക്കി ആയിക്കൊണ്ടിരിക്കുന്നു, നല്ലപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ചക്കയുണ്ട്. ചക്ക ആകെ കുറച്ചുള്ളൂ ഇത്തവണ. എന്താ പറ്റിയെന്നറിയില്ല, ഒരു 5-6 ചക്ക അതിൽ കൂടുതലായിട്ടില്ല. ഈ ചക്കക്കാലം വന്നു കഴിഞ്ഞാൽ വീടുകളിൽ ഫുൾ ചക്ക വിഭവമായിരിക്കും. അത് പിന്നെ നമ്മുടെ മലയാളികൾക്ക് അങ്ങനെയാണല്ലോ. ചക്ക വറുത്തതും ഉപ്പേരിയും വരട്ടിയതും അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് ഉണ്ടാവും. അതിൽ ചക്ക വറുത്തത് ഓൾറെഡി എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കും എന്നറിയാം. അതൊഴിച്ചാൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പഴുത്ത ചക്ക. അത് ഏത് ടൈപ്പ് ചക്കയായാലും എനിക്ക് ഓക്കെയാണ്. പിന്നെ എൻ്റെ അനിയത്തിക്ക് അച്ഛനമ്മയ്ക്ക് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ മോന് ഹസ്ബൻഡിന് അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ പച്ചച്ചക്ക കഴിഞ്ഞിട്ട് എന്തോള്ളൂ. പച്ചച്ചക്ക ചുള പറിച്ചിരുന്ന് കഴിക്കുക, അതൊരു ഹോബിയാണ് ഈ ചക്കക്കാലത്ത്. മോൻ രണ്ടിലും പെടും. അവന് പച്ചയായാലും പഴുത്തതായാലും ഇഷ്ടമാണ്, രണ്ടും കഴിച്ചോളും. പക്ഷേ അധികമായാൽ അമൃതം വിഷം എന്ന് പറയണ മാതിരി കൂടുതൽ കഴിച്ചാൽ വയറിന് പ്രശ്നമാണെന്ന് പറഞ്ഞാലൊന്നും ആൾ കേൾക്കില്ല. അപ്പോൾ ആൾ കാണാതെ വേണം നമ്മൾ ചക്കയൊക്കെ റെഡിയാക്കാനായിട്ട്. ഇത്തവണ പോയപ്പോൾ നമുക്ക് പയറും ചീരയൊക്കെ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ വിളഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത തവണ പോകുമ്പോഴേക്കും ബാക്കിയുള്ള ഐറ്റംസ്, അതായത് തക്കാളി, പൊട്ടുവെള്ളരി, മുളക്, അതൊക്കെ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി കിട്ടുമെന്ന് പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പാവയ്ക്കൊക്കെ ചെറുതായിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അതൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.